പാകിസ്ഥാൻ എന്ന രാജ്യം അയൽ രാജ്യങ്ങൾക്ക് വലിയ തലവേദനയാണ്. അവിടെയുള്ള ജനങ്ങൾക്കും അവിടെ സുരക്ഷയ്ക്കും ആ രാജ്യം തലവേദനയായി മാറുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൃത്യമായി തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ തന്നെ പാകിസ്ഥാന്റെ സൈനികം ആക്രമിച്ചിരിക്കുകയാണ്. അതിൽ 30-ലധികം പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാകിസ്ഥാനിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമാണ്. പല മേഖലകളിൽ പല പ്രവിശ്യകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ്. പ്രധാനമായി തന്നെ ബലൂചിസ്ഥാൻ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി നിൽക്കുന്നു. അവിടെ പാക് സൈനികർക്കെതിരെ ബലൂചിസ്ഥാൻ പോരാളികൾ വലിയ രീതിയിലുള്ള പോരാട്ടത്തിലാണ്. അവരെ കുറ്റം പറയാൻ കഴിയില്ല. അവർക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്. ഒരു ഭാഗത്ത് പാകിസ്ഥാന്റെ ഭരണ നേതൃത്വവും അതോടൊപ്പം തന്നെ സൈനികരെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ലോകരാജ്യങ്ങളിൽ നിന്നും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വരുന്ന ഫണ്ട് തങ്ങളിലേക്ക് എത്തിക്കുക, അതോടൊപ്പം തന്നെ ഭീകരവാദികൾക്ക് വലിയ രീതിയിൽ പിന്തുണ നൽകുക, അവർക്ക് പരിശീലനം നൽകുക. അങ്ങനെ ലോകത്തിലെ ഭീകരവാദ പ്രവർത്തനത്തിന്റെ മുഴുവൻ ഫണ്ടും തങ്ങളുടെ രാജ്യത്തിലേക്ക് വരണമെന്ന് പാകിസ്ഥാന്റെ സൈനികർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ബലൂചിസ്ഥാന് പോലെ തന്നെ മറ്റൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന മറ്റൊരു പ്രവിശ്യയാണല്ലോ പക്തൂൺ മേഖല. ഈ ഖൈബർ പക്തൂൺ മേഖലയിലാണ് ഇപ്പോൾ പാക് സൈനികരുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ 2 മണിയോടെയാണ് 7-8 വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ ജനങ്ങൾക്ക് മുകളിലൂടെ, ആകാശത്ത് മുകളിലൂടെ പറന്നെത്തി ജനങ്ങൾക്ക് മേലെ ഇത്തരത്തിലൊരു വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. അതിൽ 30-ലധികം പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ സ്വന്തം രാജ്യത്തും പ്രശ്നം, അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങൾക്കും പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഈ പാകിസ്ഥാൻ. അതിനിടയിലാണ് ഏറ്റവും തമാശ. ഇതിനിടയ്ക്ക് അവിടുത്തെ പ്രധാനമന്ത്രി അങ്ങ് ലണ്ടനിലാണ്. അദ്ദേഹം പറയുകയാണ് കാശ്മീരിലെ കാശ്മീരിലെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായി തന്നെ സുരക്ഷ ഒരുക്കണം, അവരുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി വരുമ്പോഴാണ് ആ നാക്ക് വായിലിട്ട ശേഷമാണ് അദ്ദേഹം ആക്രമിക്കുന്നതാരാണ്? സ്വന്തം ജനങ്ങൾക്ക് മുകളിൽ സ്വന്തം ജനങ്ങളെ കൊലപ്പെടുത്തുകയാണ്. അതിൽ കൊല്ലപ്പെട്ടതോ 30-ലധികം പേർ മരണപ്പെട്ടു. 8 തവണയാണ് ബോംബിംഗ് നടന്നിരിക്കുന്നത്. അതിൽ സാധാരണക്കാരായ ജനങ്ങളാണ്, അവിടുത്തെ പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതിൽ സ്ത്രീകളും കുട്ടികളും അടക്കം മരണപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചേർന്ന ഒരു പ്രദേശമാണ്. അവിടെ പാക് താലിബാന്റെ എല്ലാം വലിയ ശക്തി കേന്ദ്രമാണ്. പാക് താലിബാനെ ലക്ഷ്യമിട്ട് ഇത്തരം ആക്രമണം നടത്തിയെന്ന് പറയുന്നു. ഇത്തരം ആക്രമണം നടത്തുമ്പോൾ നിങ്ങൾ ആക്രമിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെയാണോ? ഇന്ത്യ നിങ്ങളുടെ രാജ്യത്ത് കയറി ആക്രമിച്ചിട്ടുണ്ടല്ലോ. ആക്രമിച്ചപ്പോൾ അവിടെ സാധാരണക്കാർക്ക് എന്തെങ്കിലും പറ്റിയോ? ഇന്ത്യ കൃത്യമായി തന്നെ അവിടുത്തെ ഭീകരവാദ ക്യാമ്പുകളല്ലേ ആക്രമിച്ചത്, ഭീകരവാദികളെയല്ലേ കൊന്നുതള്ളിയത്. അന്ന് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നിലവിളിയായിരുന്നല്ലോ. ഇപ്പോൾ എന്താണ്? സ്വന്തം രാജ്യത്തെ 30-ലധികം പേരെ നിങ്ങൾ കൊലപ്പെടുത്തിയപ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്താണ്? അതോടൊപ്പം തന്നെ ഇനി ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിലും പാകിസ്ഥാന് വേണ്ടി നിലവിളിക്കുന്നവരുണ്ടല്ലോ. പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പോൾ തന്നെ ഇന്ത്യയുടെ കടന്നുകയറ്റമായി വാദിച്ചവർ ഇന്ത്യയിലുണ്ടല്ലോ. ഇന്ത്യയുടെ എത്ര വിമാനം നഷ്ടമായി, ഇന്ത്യക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അതിനെ ലോകത്തെ അറിയിക്കാൻ വേണ്ടി സംസാരിച്ചിരുന്നവർ ഉണ്ടല്ലോ. അവരെല്ലാം എവിടെ പോയി? ഇപ്പോൾ ഈ പാകിസ്ഥാന്റെയും സൈനികരുടെയും ഈ ക്രൂരമായ നടപടിക്കെതിരെ നിങ്ങൾ രംഗത്ത് വരുമോ? എല്ലാവരും മൗനത്തിലാണല്ലോ. ആർക്കും ഒരു പ്രതികരണവുമില്ല. എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല? ഗാസയ്ക്ക് വേണ്ടി കരയുമല്ലോ. ഒക്ടോബർ 7-ന് ഇസ്രയേലിലേക്ക് കടന്നു കയറി അവിടെ ടൂറിസ്റ്റുകളെ കൊന്നൊടുക്കിയില്ലേ? അതല്ലേ പെഹൽഗാമിലും കണ്ടത്? പെഹൽഗാം മാതൃക അന്ന് നാം വർഷങ്ങൾക്ക് മുൻപ് ഇസ്രയേലിൽ കാണുകയാണ്. ആ മാതൃക പിന്തുടർന്നപ്പോൾ ആ നാട്ടിലെ ഹമാസ് എന്ന തീവ്രവാദികളെ തുടച്ചു നീക്കാൻ ഇറങ്ങിയ ഇസ്രയേലിനെ വലിയ രീതിയിൽ തെമ്മാടി രാജ്യം എന്ന് വിളിക്കുമല്ലോ. ഇപ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കൊലപ്പെടുത്തിയ പാകിസ്ഥാനെ ഇത്തരക്കാർ എന്താണ് പേരിട്ട് വിളിക്കാൻ പോകുന്നത്? എന്തായാലും സ്വന്തം രാജ്യത്തിനെതിരെ ആ ജനങ്ങൾ തന്നെ, അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി തന്നെ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ വിവിധ പ്രദേശങ്ങളിൽ അവർ സ്വതന്ത്ര രാജ്യമാകാൻ ആവശ്യപ്പെടുന്നത്. ബലൂചിസ്ഥാൻ ആയാലും ഈ പസ്തൂൺ മേഖലയായാലും അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ആ മേഖലയായാലും. ഏറ്റവും അവസാനം നാം കണ്ടത് എന്താണ്? പാക് അധിനിവേശ കാശ്മീരിലെ ഒരു കാലത്ത് പാകിസ്ഥാന് വേണ്ടി തോക്കെടുത്ത ചാവേറുകളായി മാറിയ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാൻ സൈനികരെ എതിർക്കുകയല്ലേ? അത് നാം അവസാനം കണ്ടല്ലോ. ഓപ്പറേഷൻ ഈ പെഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികളെ ഇന്ത്യൻ സൈനികർ കൊലപ്പെടുത്തിയല്ലോ. പിന്നീട് അവരുടെ മൃതദേഹം വീടുകളിൽ എത്തിക്കുമ്പോൾ
അവിടെയുള്ള നാട്ടുകാർ തന്നെ രംഗത്ത് വരികയാണ് ഭീകരവാദികൾക്കെതിരെ, സംഘടനകൾക്കെതിരെ. അത് തന്നെയാണ് പാകിസ്ഥാനെ വലിയ രീതിയിൽ ഇപ്പോൾ പ്രതിസന്ധിയാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള നിലവിളിയുമായി രംഗത്ത് വരുന്നത്. ഇന്ത്യ നമ്മളെ ആക്രമിക്കുകയാണ്, ഞങ്ങൾ മൗനം പാലിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയെല്ലാം പറയുകയാണ്, ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു, ഇന്ത്യയുമായി സൗഹൃദം ആഗ്രഹിക്കുന്നു എന്നെല്ലാം. അങ്ങനെ ഒരു സമാധാന പ്രിയരായാണ് ഇപ്പോൾ വരുന്നത്. അത് എന്തുകൊണ്ടാണ്? തങ്ങൾ സമാധാന പ്രിയരാണ്, ഞങ്ങളെ, നമ്മുടെ പാകിസ്ഥാനെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നൊരു ധാരണ ഉണ്ടാക്കി അവിടുത്തെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢതന്ത്രമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. അത്തരം ഗൂഢതന്ത്രങ്ങൾ അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയും, ബലൂചിസ്ഥാൻ പോരാളികൾ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായി തങ്ങളുടെ ആവശ്യവുമായി മുന്നോട്ട് വരുന്നത്. തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, അല്ലാതെ എല്ലാ കാലത്തും ഈ മതം പറഞ്ഞ് പിടിച്ചു നിൽക്കാമെന്ന് പാകിസ്ഥാൻ ചിന്തിക്കുകയാണെങ്കിൽ അത് വലിയ തെറ്റാണ്. ആ തെറ്റ് ചൂണ്ടിക്കാട്ടുന്ന ജനങ്ങൾക്ക് മുകളിലാണ് ഇപ്പോൾ ബോംബ് വർഷിച്ചിരിക്കുന്നത്. ഇതിനെതിരെ എന്തായാലും പൊതുസമൂഹം രംഗത്ത് വരും. ഇതിന് ഉത്തരവാദി പാകിസ്ഥാൻ മാത്രമല്ല, അസീം മുനീർ ഉൾപ്പെടെയുള്ള പട്ടാള ഭീകരവാദികളുണ്ടല്ലോ. അസീം മുനീർ ഒരു പട്ടാള ഭീകരവാദിയാണ്. അങ്ങനെ പട്ടാള ഭീകരവാദികളെ ഇപ്പോൾ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്ന ട്രംപ് ഉൾപ്പെടെയുള്ളവർ ഇതിന് മറുപടി നൽകണം. കാരണം ട്രംപ് എന്താണ്, ട്രംപിനെതിരെ ഈ അമേരിക്കയിലെ ജനങ്ങൾ രംഗത്ത് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. തങ്ങളുടെ ഏറ്റവും അധികം ഭീകരവാദത്തിന് ഇരയായ ഒരു രാജ്യമാണല്ലോ അമേരിക്ക. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് അന്ന് ഹെലികോപ്റ്ററുകൾ, വിമാനങ്ങൾ ഇടിച്ചു കയറ്റിയത് ആരാണ്? അവർക്ക് സംരക്ഷണം നൽകിയത് ആരാണ്? അവസാനം അതിന്റെ തലച്ചോറായിരുന്ന ബില്ലാദിനെ എവിടെ നിന്നാണ് പിടികൂടിയത്? എല്ലാം പാകിസ്ഥാനില്ലേ അതിന്റെ പിന്നിൽ, പാകിസ്ഥാന്റെ കൈകളില്ലേ? അപ്പോൾ ആ പാകിസ്ഥാനെയാണ്, ആ അസീം മുനീറിനെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും അങ്ങ് അമേരിക്കയിലേക്ക് ക്ഷണിച്ചു വരുത്തി വലിയ പച്ച പരവതാനി വിരിച്ച് ട്രംപ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ചോരക്കറകൾ ട്രംപിനും പറ്റിയിട്ടുണ്ട്. ട്രംപ് എന്തായാലും ഇത്തരം മണ്ടൻ തീരുമാനങ്ങളിൽ നിന്ന് പുറത്തു വന്നില്ലെങ്കിൽ ഭാവിയിൽ അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യും. കാരണം ഈ പാകിസ്ഥാന് നൽകുന്ന ഓരോ ഫണ്ടും ഓരോ പിന്തുണകളും അത് ഭീകരവാദികൾക്ക് അനുകൂലമായി മാറും. അത് നാം പലതവണ കണ്ടിട്ടുണ്ടല്ലോ. അത് ഇന്ത്യ ലോക ബാങ്കിനോട് ഉൾപ്പെടെ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ അമേരിക്കയുടെ വലിയ പിന്തുണ കൊണ്ടാണ് അത് നടക്കാതെ പോകുന്നത്. ഇന്ത്യ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, ഈ ലോക ബാങ്ക് ഫണ്ട് നൽകുകയാണെങ്കിൽ ആ ഫണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? ആ ഫണ്ട് പോകുന്നത് തീർച്ചയായും ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ആ ഭീകരവാദികളെ അമർച്ച ചെയ്യണമെങ്കിൽ ആ ഫണ്ടുകൾ അവസാനിപ്പിക്കണം, ആയുധം നൽകുന്നത് അവസാനിപ്പിക്കണം. എന്നാൽ മാത്രമേ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഒറ്റപ്പെടുത്തിയാൽ മാത്രമേ ലോകത്തുൾപ്പെടെ, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുൾപ്പെടെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിന് പാകിസ്ഥാനെ വരുതിയിൽ നിർത്താൻ ലോകരാജ്യങ്ങൾ തയ്യാറാകണം. ഇപ്പോൾ പല രാജ്യങ്ങളും വലിയ പിന്തുണയാണ് ഇപ്പോൾ പാകിസ്ഥാൻ നൽകി വരുന്നത്. അതെന്തായാലും തങ്ങളുടെ രാജ്യത്തെ വിഴുങ്ങുമ്പോൾ, പണ്ട് യൂറോപ്പിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ കുടിയേറ്റക്കാർക്ക്, പ്രത്യേകിച്ച് ചില വിഭാഗത്തിൽപ്പെട്ട കുടിയേറ്റക്കാരെ വലിയ രീതിയിൽ സ്നേഹത്തിന്റെ പാതയിലേക്ക് വരൂ, ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വരൂ, ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു ഘട്ടം നാം കണ്ടല്ലോ. അവസാന ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? അവിടുത്തെ സംസ്കാരത്തെയും അവിടുത്തെ മതങ്ങളെയും ഈ മതം വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ ഇപ്പോൾ നിലവിളിക്കുകയാണ്, തെരുവിലാണ് അവിടുത്തെ സാധാരണക്കാർ. എന്തായാലും വലിയ രീതിയിൽ ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് പാകിസ്ഥാനിൽ ഉണ്ടായത്. പാകിസ്ഥാന്റെ ആക്രമണത്തിൽ പാകിസ്ഥാൻകാരായ 30-ലധികം പേർ, സ്ത്രീകളും കുട്ടികളും അടക്കം കൊല്ലപ്പെട്ടിരിക്കുകയാണ്.